എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 12ാമത്തെ സർഗത്തിലെ 60, 61 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ശ്ലോകത്തിലെ ഉപജാതി വൃത്തവും രണ്ടാമത്തേതിൽ ഇന്ദ്രവജ്ര വൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ചോള രാജ്യത്തിനെ പറ്റിയിട്ട് ഭഗവാൻ സത്യഭാമയ്ക്ക് വർണ്ണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചോളം എന്നുള്ള പ്രദേശം കേവലം തമിഴ്നാട് മാത്രമല്ല, കർണാടകവും അതുപോലെ തന്നെ കേരളവും ഒക്കെ കൂടി ചേർന്നൊരു പ്രദേശമാണ് ചോളം എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൽ ഇനി കാവേരി നദിയെ പറ്റിയിട്ടൊക്കെയാണ് കൂടുതലായിട്ട് പറയണത്. നമുക്ക് 60ാമത്തെ ശ്ലോകം ആദ്യം നോക്കാം. കല്യാണി വീക്ഷസ്വ കവേരകന്യാം ചോളീകുചാസ്ഫാലന ജർജരോർമീം ഫേനാംശുഗച്ഛന്ന പയോധരേയം പത്യുർനദീനാം പ്രഥമം കളത്രം. ആദ്യം പദച്ഛേദം പറയാം. കല്യാണി വീക്ഷസ്വ കവേരകന്യാം ചോളീകുചാസ്ഫാലന ജർജരോർമീം ഫേനാംശുഗച്ഛന്ന പയോധരാ ഇയം പത്യുഃ നദീനാം പ്രഥമം കളത്രം. കാവേരി നദിയുടെ വർണ്ണനയാണ്. അതിലേക്ക് ഇറങ്ങിപ്പോകുന്നതായിട്ടുള്ള ചോളസുന്ദരിമാരെ പറ്റിയിട്ടും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഗോദാവരി നദിയിലെ കഥ, അവിടെ ഇറങ്ങി കുളിക്കുന്ന പെൺകുട്ടികളുടെ കഥയൊക്കെ, കന്യകമാരുടെ കഥയൊക്കെ പറഞ്ഞതാണ്. ഏതാണ്ട് അതേപോലത്തെ ഒരു ശ്ലോകം തന്നെയാണിത്. നമുക്ക് അന്വയത്തിലേക്ക് കിടക്കാം. കല്യാണി, അല്ലയോ മംഗളഗാത്രിയായിട്ടുള്ള സത്യഭാമയെ വിളിക്കുകയാണ് ഭഗവാൻ. എന്നിട്ട് ചോളരാജ്യത്തിൻ്റെ കഥകളൊക്കെ പറയാണ്. ചോളീകുചാസ്ഫാലന ജർജരോർമീം കവേരകന്യാം വീക്ഷസ്വ. ചോളീകുചാസ്ഫാലന ജർജരോർമീ, ദീർഘണ്ട് അവിടെ. ചോളി എന്ന് പറഞ്ഞാൽ ചോള സ്ത്രീകൾ, ചോളന്മാർ. ചോള എന്ന് പറഞ്ഞാൽ പുല്ലിംഗം പറയണത് പോലെ തന്നെ ചോളി എന്നുള്ളതിന് സ്ത്രീലിംഗം, ചോള രാജ്യത്തിലെ പെൺകുട്ടികൾ. അവരുടെ കുചാസ്ഫാലന ജർജരോർമീം, കുചാസ്ഫാലനം മാറിടങ്ങളുടെ ആസ്ഫാലനങ്ങളെ കൊണ്ട് തരംഗപൂർണമായിട്ടുള്ള, അതായത് പെൺകുട്ടികൾ ധാരാളമായിട്ട് കുളിക്കാൻ ഇറങ്ങുന്നതായ കാവേരി നദിയിലേക്ക് ധാരാളം ചോള സ്ത്രീകൾ കുളിക്കാൻ ഇറങ്ങാറുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അവരുടെ മാറിടങ്ങളെ കൊണ്ട് പ്രകമ്പനം കൊള്ളുന്നതായിട്ടുള്ള തിരമാലകളോട് കൂടിയതായ ചോളീകുചാസ്ഫാലന ജർജരോർമീം, ആ തിരമാലകൾ ഇങ്ങനെ ഇവരുടെ സ്നാനം കൊണ്ട് വർദ്ധിച്ചു വരികയാണ്. വെള്ളത്തിനിങ്ങനെ ഓളങ്ങൾ ഉണ്ടാക്കുകയാണ് ഇവരുടെ സ്നാനം കൊണ്ട്. അതാണ് പറയണത്. ചോളീകുചാസ്ഫാലന ജർജരോർമീം കവേരകന്യാം, അങ്ങനെയൊക്കെയുള്ളതായ കവേരൻ്റെ പുത്രിയെ, കവേരം ആ പർവ്വതമാണ്, കാവേരി നദി ഉത്ഭവിക്കുന്ന പർവ്വതം. ആ കവേരൻ്റെ പുത്രിയെ, കാവേരി നദിയെ നല്ലവണ്ണം കാണൂ, വീക്ഷസ്വ. ഇനി കാവേരി നദിയുടെ പ്രത്യേകതയാണ് പറയണത്. ഫേനാംശുഗച്ഛന്ന പയോധരാ ഇയം. ഇയം നദി, ഈ നദി ഉണ്ടല്ലോ കാവേരി നദി, അവൾ സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. പെൺകുട്ടിയെ പോലെയാണ് വർണ്ണിക്കുന്നത്. അവൾ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്. അതിൽ നല്ല ഭംഗിയുള്ളൊരു വസ്ത്രമായിട്ടാണ് പറയണത് നദിയിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ഈ ചെറിയ കുമിളകളും പതകളും. അതാണ് ഫേന അംശുഗച്ഛന്ന പയോധര. ഫേനമാകുന്ന, പതകളാകുന്ന, വെള്ളം ഇങ്ങനെ ഒഴുകുമ്പോൾ ചെറിയ നുരയും പതയൊക്കെ ഉണ്ടാവുമല്ലോ, ആ നുരയും പതയുമാകുന്ന അംശുകം, പട്ടുവസ്ത്രം. ആ പട്ടുവസ്ത്രം കൊണ്ട് ശരീരം മറച്ചവളായ, മാറിടമൊക്കെ മറച്ചവളായ, നദിയുടെ സാരിയായിട്ട്, നദിയുടെ അംഗവസ്ത്രമായിട്ടൊക്കെയാണ് ഈ നുരയെയും പതയെയും കവി കണക്കാക്കുന്നത്. അതാണ് അവിടെ പറയണത്. ഫേന അംശുഗച്ഛന്ന പയോധര, ഫേനമാകുന്ന അംശുകങ്ങളാൽ മറയ്ക്കപ്പെട്ട മാറിടത്തോടു കൂടിയവളായ ഇയം, ഈ കാവേരി നദിയുണ്ടല്ലോ, അവൾ നദീനാം പത്യു, നദികളുടെ പതിയായിട്ടുള്ള സമുദ്രത്തിൻ്റെ, സമുദ്രം എന്നെടുത്ത് പറയണില്ല, നദീനാം പത്യു പ്രഥമം കളത്രം. നദീനാം പതി എന്നുള്ളത് കൊണ്ട് സമുദ്രമാണ് ഉദ്ദേശിക്കുന്നത്. ആ സമുദ്രത്തിൻ്റെ ആദ്യത്തെ ഭാര്യയായിട്ട്, പ്രഥമ പത്നിയായിട്ട്, അതായത് ധാരാളം നദികൾ അവിടേക്ക് ഒഴുകി ചെല്ലുന്നുണ്ടെങ്കിലും കാവേരിയെയാണ് സമുദ്രത്തിൻ്റെ പ്രഥമ കളത്രമായിട്ട്, ആദ്യത്തെ ഭാര്യയായിട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഭാര്യയായിട്ട് കണക്കാക്കുന്നത്. അത്രയ്ക്ക് വലിയ നദിയാണ്, അത്രയ്ക്ക് വെള്ളം ഉൾക്കൊള്ളുന്നുണ്ട്. മാത്രവുമല്ല പല പ്രദേശങ്ങളെയും ഫലസമ്പുഷ്ടമാക്കിയിട്ടാണ് ആ നദി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ നദി ചെന്ന് ചേരുന്നത് സമുദ്രത്തിലാണ്.
സമുദ്രത്തിൻ്റെ പ്രഥമ കളത്രമായിട്ട് കാവേരി നദിയെ കണക്കാക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത്. കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും ബോർഡർ, അതിൻ്റെ അതിർത്തിയായിട്ടുള്ള ഭാഗത്ത് നിന്നാണ്, കർണാടകത്തിലാണ് ശരിക്കും കാവേരി ഉദ്ഭവിക്കുന്നത്. അത് ഒഴുകി ഒഴുകി പിന്നെ തമിഴ്നാട്ടിലെത്തുന്നു. തമിഴ്നാട് വഴി കാവേരി നദി ചെന്നെത്തുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. കരയ്ക്കൽ എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ നദി സമുദ്രത്തിൽ ചേരുന്നത്. രണ്ട് പ്രധാന പ്രദേശങ്ങൾ, ചോളനാടുകൾ എന്നറിയപ്പെടുന്ന, അന്നത്തെ കാലത്ത് അറിയപ്പെടുന്ന കർണാടകത്തിനെയും തമിഴ്നാടിനെയും സമ്പന്നമാക്കുന്ന നദിയാണ് കാവേരി. അപ്പോൾ ആ കാവേരിയിലെ വെള്ളം എന്ന് പറയുന്നത് അത്രയ്ക്ക് ശ്രേഷ്ഠമാണ്, അത്രയ്ക്ക് സ്വാദിഷ്ടമാണ് എന്നൊക്കെ തന്നെയാണ് അടുത്ത ശ്ലോകങ്ങളിലായിട്ടൊക്കെ കവി വർണ്ണിക്കുന്നത്. നമുക്ക് 61ാമത്തെ ശ്ലോകം കൂടി നോക്കാം. വിലോലപാഠീന വിലോചനായാഃ മുഖാമൃതം ദേവി പിബന്നമുഷ്യാഃ യത്നേന നിർമ്മഥ്യ ഹൃദാമമർത്യൈർന്ന ചിന്തയത്യേവ സുധാം പയോധി. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. വിലോലപാഠീന വിലോചനായാഃ മുഖാമൃതം ദേവി പിബൻ അമുഷ്യാഃ യത്നേന നിർമ്മഥ്യ ഹൃദാം അമർത്യൈഃ ന ചിന്തയതി ഏവ സുധാം പയോധി. വളരെ ഭംഗിയായിട്ട് സമുദ്രത്തിന് കാവേരിയോടുള്ളൊരു ബന്ധത്തെ പറ്റിയിട്ട്, ആ കാവേരിയിലെ ജലത്തിൻ്റെ മാധുര്യത്തെ പറ്റിയിട്ടൊക്കെ കവി വർണ്ണിക്കുകയാണ്. സത്യഭാമയോട് പറയാണ്, ദേവി അല്ലയോ ഭാമേ, പയോധി, പയോധി എന്ന് പറഞ്ഞാൽ സമുദ്രം, സമുദ്രമുണ്ടല്ലോ, ആ സമുദ്രം ഈ കാവേരിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കാവേരി വരണതും പ്രതീക്ഷിച്ചുകൊണ്ട്, കാവേരിയിലെ വെള്ളത്തുള്ളികൾ, ജലാംശങ്ങൾ തന്നിലേക്ക് എത്തുന്നതും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് സമുദ്രം. അതാണ് വിലോല പാഠീന വിലോചനായാഹ അമുഷ്യാഹ മുഖാമൃതം പിബൻ. അങ്ങനെ കാവേരിയിൽ നിന്നും ഒഴുകി വരുന്നതായ വളരെ സ്വാദിഷ്ടമായ ജലത്തെ വിലോല പാഠീന വിലോചനം. കാവേരിയെ ഒരു പെൺകുട്ടിയായിട്ട് വർണ്ണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവളുടെ കണ്ണുകളായിട്ട്, ചഞ്ചലമായിട്ടുള്ള കണ്ണുകളായിട്ട് മത്സ്യത്തെ കണക്കാക്കാം. അതാണ് വിലോല പാഠീനം. പാഠീനം എന്ന വാക്ക് ആദ്യമായിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അർത്ഥം മത്സ്യം എന്നാണ്. വിലോല പാഠീന വിലോചനങ്ങൾ, ചഞ്ചലമായിട്ടുള്ള പാഠീനങ്ങളാകുന്ന, മത്സ്യങ്ങളാകുന്ന വിലോചനങ്ങൾ, കണ്ണുകളോടുകൂടിയ അമുഷ്യാഹ അവളുടെ, ആ കാവേരി നദിയുടെ ഒരു സ്ത്രീ പുരുഷ സമാഗമം, പ്രണയ സമ്പുഷ്ടമായിട്ടുള്ളൊരു സമാഗമത്തെ പറ്റിയിട്ടാണ് പറയണത്. അങ്ങനെ കാവേരി നദി ഒഴുകി വരുമ്പോൾ സമുദ്രം ആ നദിയെ മാറിലേക്ക് ആനയിക്കുന്നു, ഏറ്റവും സ്നേഹത്തോടുകൂടി ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. അങ്ങനെ മുഖത്ത് ചുംബിക്കുമ്പോൾ, അതാണ് പറയണത്, കണ്ണുകൾ ചഞ്ചലമായിട്ടുള്ളൊരു പെൺകുട്ടിയെ ചുംബിക്കുന്നത് പോലെ കാവേരിയെ ചുംബിക്കുമ്പോൾ അമുഷ്യാഹ മുഖാമൃതം പിബൻ, ഈ നദി അവളുടെ മുഖാമൃതത്തെ, നദീമുഖം തന്നെ അമൃതമാണ്. അതായത് അത്രയ്ക്ക് സ്വാദിഷ്ടമായ, ഏറ്റവും ശുദ്ധമായിട്ടുള്ള ജലമുള്ള നദിയാണ് കാവേരി. ആ മുഖാമൃതത്തെ, നദീമുഖത്ത് നിന്ന് സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന ജലത്തെ പിബൻ, സ്വാംശീകരിക്കുമ്പോൾ, കുടിക്കുമ്പോൾ അല്ലെങ്കിൽ ചുംബിക്കുമ്പോൾ എന്നൊക്കെ അർത്ഥം. അങ്ങനെ വരുമ്പോൾ സമുദ്രം പിന്നെ ഒന്നും അറിയില്ല. കുറച്ച് നേരത്തേക്ക് കാവേരിയുമായിട്ടുണ്ടാകുന്ന സമാഗമം കൊണ്ട് തൽക്കാലം എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ സമുദ്രം മറന്നു പോണു. എന്നിട്ട് കവി ഭാവനയിൽ കാണുകയാണ്, അങ്ങനെ ഇരിക്കുന്ന സമുദ്രത്തിൽ ദേവന്മാരൊക്കെ കൂടി പോയിട്ട് വലിയൊരു അമൃതമഥനം സംഘടിപ്പിക്കേണ്ടായി. അതാണ് അമർത്യൈഹി നിർമ്മഥ്യയത്നേന ഹൃദാം സുധാം. അമർത്യന്മാരെല്ലാവരും കൂടി ചേർന്നിട്ട്, ദേവന്മാരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ആ സമുദ്രത്തെ മഥനം ചെയ്ത് അമൃതം എടുത്തുകൊണ്ട് പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ കഠിനമായിട്ടുള്ള പ്രയത്നം നടത്തി അമൃതം കൊണ്ടുപോയതൊന്നും സമുദ്രം അറിഞ്ഞതുപോലുമില്ല, അല്ലെങ്കിൽ അമൃതം പോയാലും സമുദ്രത്തിനൊരു വിഷയമില്ല. അതാണ് നിർമ്മഥ്യയത്നേന ഹൃദാം സുധാം. ആ മഥനയത്നം കൊണ്ട് സമുദ്രത്തിൽ നിന്ന് അമൃതം എടുത്തുകൊണ്ടുപോയി എങ്കിലും നയേവ ചിന്തയതി പയോധിഹി നയേവ ചിന്തയതി താം അപഹൃതാം സുധാമധികൃത്യ ന ചിന്തയതി. അയ്യോ, എൻ്റെ കയ്യിൽ നിന്ന് അമൃത് പോയല്ലോ, അമൃത് ഇനി എങ്ങനെ തിരിച്ചു കിട്ടും എന്നൊന്നും
ചിന്തിക്കുന്നേ ഇല്ല പയോധി. എന്തുകൊണ്ടാണ്? അതിലും വലിയൊരു അമൃതം ഇവിടെ കിട്ടിയല്ലോ. കാവേരിയാകുന്ന അമൃതം, കാവേരിയിലെ ജലമാകുന്ന അമൃതം. അത്രയ്ക്ക് നല്ല വെള്ളമാണ്, അമൃത് പോലെയുള്ള ജലമാണ് എന്നർത്ഥം. അതാണ് കവി വ്യംഗ്യരൂപേണ വർണ്ണിക്കുന്നത്. ഇവിടെ പലതരം അലങ്കാരങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. മുഖാമൃതം, പാഠീന വിലോചനം എന്നുള്ള ദിക്കിലൊക്കെ രൂപകാലങ്കാരാണ്. അതുപോലെ തന്നെ സമുദ്രത്തിൻ്റെയും നദിയുടെയും കഥ വർണ്ണിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു സ്ത്രീ പുരുഷ സമാഗമം കൂടി വർണ്ണിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് സമാസോക്തി അലങ്കാരം വരുന്നുണ്ട്. അങ്ങനെ അതിസുന്ദരമായിട്ടുള്ള നദീ സമുദ്ര സമാഗമം വർണ്ണിക്കുകയാണ് ഇവിടെ കവി ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടുള്ള ഭാഗങ്ങളാണ്. അധികം ശ്ലോകങ്ങളൊന്നും ഇനി കവി വർണ്ണിക്കുന്നില്ല. 62ാമത്തെ ശ്ലോകമാണ് നമ്മളിന്ന് പഠിച്ചത്. 66ാമത്തെ ശ്ലോകത്തോട് കൂടിയിട്ട് ശ്രീകൃഷ്ണവിലാസകാവ്യത്തിൻ്റെ 12ാം അധ്യായം ഒട്ടും പൂർണ്ണതയില്ലാതെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പുസ്തകത്തിൽ എവിടെ നോക്കിയാലും കാണാൻ പറ്റില്ല. പക്ഷേ പെട്ടെന്ന് എന്തെങ്കിലും മരണം പോലെയുള്ളതോ വയ്യായികകളോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിരിക്കാം എന്ന് ചരിത്രകാരന്മാരും വ്യാഖ്യാതാക്കളും മനസ്സിലാക്കണു. വേറെ തെളിവുകളൊന്നുമില്ല. നല്ല ഭംഗിയായിട്ട് ഈ ഭൂപ്രദേശങ്ങളൊക്കെ വർണ്ണിച്ചു വരുന്നതിനിടയ്ക്കാണ് അത് അപൂർണമായിട്ട് നിലച്ചു പോകുന്നത്. സുന്ദരമായിട്ടുള്ള ഇന്നത്തെ 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.